മാസ് ഫ്ലോ റേറ്റ് ഇൻ ടേംസ് ഓഫ് ഏരിയ റേഷ്യോ. തവണ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ മാസ് ഫ്ലോ റേറ്റ് ഇൻ ടേംസ് ഓഫ് ഏരിയ റേഷ്യോ ആണ്. മുമ്പ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് മാസ് ഫ്ലോ റേറ്റ് ഇൻ ടേംസ് ഓഫ് ഏരിയ റേഷ്യോ. ഇതെങ്ങനെ ചെയ്യാം? ഇതാണ് സംഭവമാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഈ കാണുന്ന റിലേഷൻ m dot max root of T0 by A star P0 into root of R by gamma equal to 2 by gamma plus 1 whole raised to 1 by 2 gamma plus 1 by gamma minus 1 into A star by A. കണ്ടില്ലേ? ഇവിടെ നമ്മൾ ഏരിയ റേഷ്യോ ഇൻ ടേം മാസ് ഫ്ലോ റേറ്റ്, ഇത് മൊത്തത്തിൽ മാസ് ഫ്ലോ റേറ്റ് ടേമാണ്. അതിൽ മാസ് ഫ്ലോ റേറ്റ്. അപ്പോൾ എം ഡോട്ട് ഈക്വൽ ടു റോ എ സി നമുക്കറിയാം, ഡെൻസിറ്റി ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ റോ ഈക്വൽ ടു റോ സ്റ്റാർ എ സ്റ്റാർ സി സ്റ്റാർ നമുക്ക് എഴുതാം. സ്റ്റാർ വരുന്ന അവിടെ ത്രോട്ടിലാണ് വരുന്നത്, ക്രിട്ടിക്കൽ കണ്ടീഷൻ. കണ്ടിന്യൂവേഷനാണ് എഴുതിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക? എം ഡോട്ട് ബൈ എ എന്താ ചെയ്തത്? ഈ എനെ പുറത്തോട്ട് കൊണ്ടുവന്നു. എം ഡോട്ട് ബൈ എ ഈക്വൽ ടു എന്ത് വരും? റോ സി അല്ലേ? അപ്പോൾ ഇപ്പുറത്ത് എന്ത് വരും? ഡിവൈഡഡ് ബൈ എ. നമ്മൾ ത്രൂ ഔട്ട് ഡിവൈഡഡ് ബൈ എ ചെയ്യാണ്. ബൈ ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ ബൈ എ സംഭവം എഴുതിയിട്ടുള്ളത്. അത് നമ്മൾ ഈ കാണുന്ന സാധനം പിന്നെ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഇവിടെയാണ് ആവശ്യം വരുന്നത്. ഇപ്പോൾ എം ഡോട്ട് ബൈ എ ഈക്വൽ ടു റോ സ്റ്റാർ എ സ്റ്റാർ ബൈ എ ഇൻറ്റു സി സ്റ്റാർ. ഇനി റോ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അറിയാം പി ബൈ ആർ ടി ആണ് റോ. അപ്പോൾ നമ്മൾ സ്റ്റാർ കൊടുത്തു എല്ലായിടത്തും. അപ്പോൾ എം ഡോട്ട് ബൈ എ എന്ത് വരും? റോ സ്റ്റാറിന് പോലെ എന്ത് ചെയ്തു? പി സ്റ്റാർ ബൈ ആർ ടി സ്റ്റാറിന് എഴുതി. എ സ്റ്റാർ ബൈ എ അവിടെ ഉണ്ട്, സി സ്റ്റാർ അവിടെ ഉണ്ട്. സി സ്റ്റാർ ഓൾറെഡി അറിയാം, റൂട്ട് ഓഫ് ഗാമ ആർ ടി ആണ് നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ എന്തായി? സി സ്റ്റാറിന് പകരം റൂട്ട് ഓഫ് ഗാമ ആർ ടി സ്റ്റാറിന് എഴുതി. ഇനി ടി സീറോ ബൈ ടി സ്റ്റാർ ഓൾറെഡി പണ്ട് ഡെറിവ് ചെയ്തിട്ടുണ്ട്. ടി സീറോ ബൈ ടി സ്റ്റാർ ഗാമ പ്ലസ് 1 by 2. അതായത് ടി സീറോ ബൈ ടിയിൽ മാക് നമ്പർ 1 കൊടുത്താൽ മതിയോ? മാക് നമ്പർ 1 ആകുമ്പോൾ സിംപ്ലിഫൈ ആയിട്ട് എന്ത് വരും? ഗാമ പ്ലസ് 1 by 2 ആയിട്ട് വരും. അപ്പോൾ ഈ കാണുന്ന സംഭവം എന്ത് ചെയ്യാം? നമ്മൾ ടി സീറോ ബൈ ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? ഒരു 2 കൊണ്ട് എന്താണ് 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 2 ടി സീറോ. ടി സ്റ്റാറിന് പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ടി സ്റ്റാറിന് പകരമുള്ള ടേം കിട്ടി. അപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ടി സ്റ്റാറിന് കൂടെ കൊടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ എന്താ ഇവിടെ എന്താ വ്യത്യാസം? എം ഡോട്ട് ബൈ എ ഈക്വൽ ടു പി സ്റ്റാർ ബൈ റൂട്ട് ഓഫ് ആർ ടി സ്റ്റാർ എ സ്റ്റാർ ബൈ എ റൂട്ട് ഓഫ്. കണ്ട, ഈ ടി സ്റ്റാറിന് പകരം 2 ടി സീറോ സംഭവം കൊടുത്തു. എന്നിട്ട് എന്തായി? ഇവിടെ ഓൾറെഡി അതിന് മുമ്പായിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ടി സ്റ്റാർ ഉണ്ട്, ഇവിടെ ഒരു ടി സ്റ്റാർ ഉണ്ട്. അപ്പോൾ എന്താ നമ്മൾ വെട്ടിപ്പോയിട്ട് എന്ത് വരും? ഒരു ആറും ഉണ്ട്. അപ്പോൾ റൂട്ട് ഓഫ് ആർ ടി സ്റ്റാർ, ഇവിടെ ആർ ടി സ്റ്റാർ. അപ്പോൾ എന്താവും? ഇവിടെ അടിയിൽ റൂട്ട് ഓഫ് ആർ ടി സ്റ്റാർ എന്ന് വരും. ബാക്കി റൂട്ട് ഓഫ് ഗാമയുടെ ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെന്ത് വരും? എം ഡോട്ട് ബൈ എ ഈക്വൽ ടു പി സ്റ്റാർ ബൈ ഇതിൽ എന്ത് വരും? ഈ പറയുന്ന ടി സ്റ്റാറിന് ഇപ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ടി സ്റ്റാറിന് പകരം നമ്മൾ ഈ കാണുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. 2 ടി സീറോ ടി സ്റ്റാറിന് പകരം 2 ടി സീറോ ബൈ ഗാമ പ്ലസ് 1 കൂടെ കൊടുക്കുകയാണ്. ഇനി എന്തായിരിക്കും ചെയ്യുക? പി സീറോ ബൈ പി സ്റ്റാർ ഓൾറെഡി ഇങ്ങനെയാണ് നമുക്ക് അറിയാം. മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഗാമ പ്ലസ് 1 by 2 റൈസ് ടു ഗാമ ബൈ ഗാമ മൈനസ് 1. അപ്പോൾ പി സീറോ ബൈ ഇത്, അതായത് പി സ്റ്റാർ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. പി സ്റ്റാറിന് പുറത്തോട്ട് കൊണ്ടുപോയി റൈറ്റ്സ് ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോയി, ഇതിനെ എൽ എച്ച് എസ് അടിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പി സ്റ്റാർ കിട്ടിയില്ലേ? അതുകൊണ്ട് പി സ്റ്റാർ ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി ഈ അടിയിൽ കിടക്കുന്ന സാധനത്തിന് എന്ത് വരും? മുകളിലേക്ക് വരും. മുകളിലേക്ക് വരുമ്പോൾ എന്തുണ്ടാവും? തലതിരിയും മുകളിൽ. അപ്പോൾ 2 by ഗാമ പ്ലസ് 1 ആവും. അപ്പോൾ പി സ്റ്റാറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി സ്റ്റാറിന് വേണ്ട റിലേഷൻ ഇതിൽ ഈ കാണുന്ന റിലേഷനിൽ പി സ്റ്റാറിന് വേണ്ടി ഈ റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കണ്ടില്ലേ? ഈ ഭാഗത്ത് ഇത്ര ഭാഗം വന്നത്, ഇത് കാണുന്നത് ഇതാണ് പി സ്റ്റാറാണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? ഇവിടെ എന്ത് വ്യത്യാസം എന്നുള്ളത്? ഈ അടിയിൽ റൂട്ട് ഓഫ് മോൾ ഭാഗം സെയിം തന്നെയാണ്, വ്യത്യാസം വന്നിട്ടില്ല. അടിയിലാണ് ഒരു സിംപ്ലിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ടി സീറോനെ ഔട്ട് സൈഡ് എടുത്തു. ഇതിനുള്ളിൽ ടി സീറോ എടുക്കുന്നില്ല. ആ റൂട്ട് ഓഫ് ടി സീറോനെ പുറത്തേക്ക് എടുത്തു. റൂട്ട് ഓഫ് ടി സീറോനെ പുറത്തേക്ക് എടുത്തു. കണ്ടില്ലേ? പി സീറോ ബൈ റൂട്ട് ഓഫ് ടി സീറോ. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഇവിടെ ഈ 6 കിടക്കുന്നില്ല, 6ൻ്റെ ഉള്ളിൽ 6നെ പുറത്തെടുത്ത് പഠിക്കിൻ്റെ അടിയിൽ കൊണ്ടിട്ടു. ഓക്കെ, 6 ഔട്ട് സൈഡ്. ഇനി
ഇവിടെ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടിനെ ഹാഫാക്കി. അതായത് ഇവിടെ റൂട്ട് ഉണ്ടായിരുന്നു, നേരത്തെ നോക്കി അറിയാം, ഇവിടെ ഒരു റൂട്ട് ഉണ്ട്. ഇവിടെ √2/γ+1 എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അതിന് ഹാഫ് എന്ന് എഴുതി, റൂട്ടിനെ ഹാഫ് എന്ന് പറഞ്ഞ് എഴുതി, അത്ര എഴുതിയിട്ടുള്ളൂ. ഇനി ഇവിടെ എന്താ വ്യത്യാസം വരുത്തിയിട്ടുള്ളത്? ഇവിടെ വ്യത്യാസം വരുത്തി നോക്കി അറിയാം, ഇത് രണ്ടും സെയിം അല്ലേ, ഈ ഭാഗം ഇതും. അപ്പോൾ ഒരുമിച്ച് എഴുതി കൂടെ, a/b എന്ന് പറയുമ്പോൾ a-b അറിയാമല്ലോ, a/m/a/n = a/m-n. ആ സംഭവം വെച്ചിട്ട് ഇവിടെ എങ്ങനെ എഴുതി കഴിഞ്ഞാൽ സിംപ്ലിഫൈ ആയി. ഇനി ഈ കാണുന്ന ടേമിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. ഇതെന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2γ-1 കോമൺ ആയിട്ട് അടിയിൽ ഡിനോമിനേറ്റർ 2 ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഈ മൈനസ് ഉള്ളിലേക്ക് പോയിട്ട് γ+1 വന്നിട്ട് γ+1/2 γ-1. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ കാണുന്ന സ്ഥലത്ത് γ+1 കണ്ട, ഈ γ+1/2 γ-1 എന്നുള്ളത് ഇവിടെ എഴുതിയിരിക്കും. ഓക്കെ, ഇനി ഇത്ര എഴുതി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇനി വരുന്ന എന്താ വ്യത്യാസം? ഈ സ്റ്റെപ്പ് കാണിച്ചു തരാം. ഇത് P0/√T0 അങ്ങോട്ട് കൊണ്ടുപോയി, LHSലേക്ക് കൊണ്ടുപോയി, √T0/P0 അത്ര ചെയ്തിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്തത്? ഇവിടെ കിടക്കുന്ന ഈ സംഭവത്തിനെ LHSലേക്ക് കൊണ്ടുപോയി, അതാണ് ഈ കാണുന്നത്. അപ്പോൾ ദിസ് റിലേഷൻ ഗീവ്സ് മാസ് ഫ്ലോ റേറ്റ് ഇൻ ടേംസ് ഓഫ് ഏരിയ റേഷ്യോ. അപ്പോൾ നമ്മൾ മാസ് ഫ്ലോ റേറ്റ് ഇൻ ടേംസ് ഓഫ് ഏരിയ റേഷ്യോ ഡിറൈവ് ചെയ്തു, കണ്ടാ, ഇത്രേ ഉള്ളൂ. ഇനി മാക്സിമം വാല്യൂ എപ്പോഴാണ്? m.m.max ആകുമ്പോൾ. അപ്പോൾ a=a* കൊടുക്കുക, m.max ആകുമ്പോൾ a=a* വരും. അപ്പോൾ നമ്മളത് ഈ കാണുന്ന റിലേഷനിൽ എന്ത് ചെയ്യണം? ഈ കാണുന്ന റിലേഷൻ, നേരത്തെ കിട്ടിയ റിലേഷനിൽ കൊടുത്തു കഴിയുമ്പോൾ a*/a രണ്ടും a* ആവും. അപ്പോൾ അത് രണ്ടും ക്യാൻസലായി പോകും. പിന്നെ m.max വരും. അപ്പോൾ എന്തായി? ഇവിടെ ഈ ടേം പോകുന്നു, ബാക്കി ഇത്ര കാണുന്ന സാധനമാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ m.max ഇൻ ടേംസ് ഓഫ് ഏരിയ റേഷ്യോയിൽ കാണുന്ന ഇക്വേഷനിൽ നമ്മൾ മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും തന്നെയാണ് വരുന്നത്. അടുത്തത് ഡിറൈവ് റിലേഷൻ ഫോർ മാസ് ഫ്ലോ റേറ്റ് ഇൻ ടേംസ് ഓഫ് മാക് നമ്പർ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ.